ഉൽപ്പത്തി പുസ്തകം 27:46. പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമാകുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെപ്പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഏശാവ് ഹിത്യ സ്ത്രീയെ വിവാഹം കഴിക്കുവാനിടയായി. മരുമകൾ ശരിയല്ല എന്ന് കണ്ടപ്പോൾ, മരുമകളുടെ വിശ്വാസവും തൻ്റെ വിശ്വാസവും വ്യത്യാസമാണെന്ന് കണ്ടപ്പോൾ, അവളുടെ ആചാരവും തൻ്റെ ആചാരവും വേറെയാണെന്ന് കണ്ടപ്പോൾ, റിബേക്ക പറയുകയാണ് ഇസഹാക്കിനോട്, എന്താണ്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എനിക്ക് ജീവൻ അസഹ്യമായിരിക്കുന്നു. ഈ യാക്കോബും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുമോ? ഈ ഏശാവിനെ പോലെ തങ്ങളുടെ വിശ്വാസത്തിന് എതിരായ വിശ്വാസമുള്ള ഒരാളെ വിവാഹം കഴിച്ച് കുടുംബത്തിൽ തൻ്റെ ജീവിതം അസഹ്യമാക്കി തീർക്കുമോ എന്നുള്ളതായ ഭയമാണ്. പറയുകയാണ്, അന്യ സ്ത്രീകളിൽ നിന്ന് ആരെയും യാക്കോബിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ എനിക്കിഷ്ടമല്ല. ഒരു മരുമകൾ ഏതായാലും തന്നെ അസഹ്യപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതം അസഹ്യമായിരിക്കുന്നു. ഇനിയും യാക്കോബിൻ്റെ വിവാഹം കഴിഞ്ഞാൽ ആ മരുമകളും അങ്ങനെയാണെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ പ്രിയ സഹോദര സഹോദരി? വിവാഹ വിഷയത്തിൽ അബ്രഹാമിൻ്റെ രീതി എന്താണ്? അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അതേ ദേശത്തുള്ള ആളുകളുടെ നടുവിൽ നിന്നും എൻ്റെ മകനൊരു പെൺകുട്ടി വിവാഹം കഴിപ്പിക്കണം. അങ്ങനെയല്ല, എൻ്റെ വിശ്വാസത്തെ മനസ്സിലാക്കുന്ന ആളുകൾ വേണം. ഞാൻ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു അതേ വിശ്വാസമുള്ളവർ വേണം. ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവർ ആയിരിക്കണം. ആ വിശ്വാസം കൈക്കൊള്ളുന്നവർ ആയിരിക്കണം. ഒന്നാമതായി ഒത്തുപോകണം. ഒന്നാമതായി നിൻ്റെ വിശ്വാസവുമായി ഒത്തുപോകണം. രണ്ടാമതായി അങ്ങനെ ഒത്തുപോകുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുക. വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ വിശ്വാസവുമായിട്ട് മാത്രമല്ല ഒത്തുപോകേണ്ടത്, നിൻ്റെ കുടുംബവുമായിട്ട് ഒത്തുപോകണം. ചില ഭർത്താക്കന്മാർ ഇങ്ങനെയാണ്, ആരുമായിട്ടും ചേരില്ല, കൈയും കെട്ടി മിണ്ടാതെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും. ചേട്ടാ നോക്കൂ, ഇത് നമ്മുടെ ബന്ധുക്കാരാണ്. ആ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. എന്തോ അവരോടുമായിട്ട് സംസാരിക്കാനൊക്കെ വലിയ നാണമാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞങ്ങളുടെ വല്യച്ഛനാണ്, വല്യച്ഛനും കുടുംബവുമാണ് എന്ന് പറയുമ്പോൾ, ആ ശരി. ഞങ്ങളുടെ കൊച്ചമ്മയാണ്, കൊച്ചമ്മയും കുടുംബവുമാണ്. ആ ശരി ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? പിന്നെ ഞാനെന്ത് ചെയ്യണം? അതെന്താണ് അങ്ങനെ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. എന്താണ് സംസാരിക്കേണ്ടത്? എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൂടെ? അതെ, എന്താണ് ചോദിക്കേണ്ടത്? അവരും ചോദിക്കാനിടയും, എന്താണ് ഇയാളിങ്ങനെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മൗനമായി നടക്കുന്നത്? എന്താണ് ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നത്? ചിന്തിക്കുക, ചില ബന്ധുക്കളുടെ മധ്യയിൽ നമ്മൾ അങ്ങനെ പെരുമാറിയാൽ, ബന്ധുക്കൾ വന്നാലും സ്വന്തക്കാർ വന്നാലും ഒന്നും മിണ്ടാതെ നടക്കും. ചിലരിങ്ങനെയാണ്, ആരുമായിട്ടും ഒത്തുപോകില്ല. തൻ്റെ ഭാര്യയുടെ ആൾക്കാരുമായിട്ട് ഒട്ടും ചേരുകയില്ല. എന്തുകൊണ്ടോ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തുകൊണ്ടോ അൺടച്ചബിളായിട്ട് പെരുമാറാനിടയാകും. തന്മൂലം കുടുംബത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. സഹോദര, ഒരുപക്ഷെ നിന്റെ വിവാഹം പുതുതായി കഴിഞ്ഞതാണെങ്കിൽ നിന്റെ ഭാര്യയുടെ ബന്ധുക്കാരോടും സ്വന്തക്കാരോടുമൊക്കെ സംസാരിക്കണം. സ്നേഹത്തോടെ സംസാരിക്കണം, സ്നേഹത്തോടെ പെരുമാറണം. അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം നിനക്കുണ്ടാകുമോ? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ? ഇല്ല. സംസാരിക്കണം. നീ പോയതിന് ശേഷം നിന്നെക്കുറിച്ച് അവർ സംസാരിക്കാനിടയാകും. നോക്കൂ, വളരെ നന്നായിട്ട് പെരുമാറുന്നവനാണെന്ന് പറയും, നല്ല സ്നേഹത്തോടെ ഇടപെടുന്നവനാണെന്ന് പറയും. അതുപോലെ തന്നെ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കാരോട് സ്നേഹത്തോടെ നിങ്ങൾ പെരുമാറണം. സന്തോഷത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി കുടുംബവുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകുന്നതായ വ്യക്തിയായി ഇരിക്കണം. അല്ലാതെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കരുത്. ചിലരെ സംബന്ധിച്ച് അവർക്കൊരു നിഗളമാണ്, ഞാനിതിന് സംസാരിക്കണം, ഞാനിതിന് അവരുമായിട്ട് ഇടപഴകണം. അത് നിഗളമാണ്. പ്രിയ സഹോദര സഹോദരി, നിഗളം കൊണ്ട് ഒരിക്കലും നമുക്ക് നല്ലൊരു കുടുംബജീവിതം പടുത്തുയർത്തുവാൻ കഴിയില്ല. നിഗളം കൊണ്ട് ഒരിക്കലും നമുക്ക് ബന്ധുക്കളുടെ മധ്യയിൽ അവരുമായി നല്ലൊരു ബന്ധത്തെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. നല്ലൊരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും മാത്രമടങ്ങുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് എന്തു പറയാം? രണ്ടുപേരും മിണ്ടാതെ ഇരുന്നാൽ എന്താണ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബമെന്ന് പറയുമ്പോൾ കേവലം ഭർത്താവും ഭാര്യയും മാത്രം അടങ്ങുന്നതല്ല. വിവാഹമെന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തമ്മിൽ ഉണ്ടാകുന്നതായ ബന്ധമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങൾക്ക് മധ്യം ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. അങ്ങനെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലൊത്ത്
ചേരുന്നതായ സമയത്ത് സ്നേഹത്തോടെ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ആ ബന്ധം അതാണ് വളരെ സന്തോഷകരമായിരിക്കുന്നത്. എന്നാൽ പല കുടുംബങ്ങളിലും സ്നേഹത്തോടെ സംസാരിക്കുന്നതാകട്ടെ, പരസ്പരം സ്നേഹത്തോടെ ബന്ധുക്കൾ തമ്മിൽ ഇടപഴകുന്നത്, ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവയൊന്നും കാണുകയില്ല. വരും, നമുക്കൊരു മാറ്റത്തിനായി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഒരു യൗവനക്കാരന് ഒരു ഭാര്യ വേണ്ടി വന്നപ്പോൾ, യൗവനക്കാരിക്കൊരു ഭർത്താവിനെ വേണ്ടി വന്നപ്പോൾ, നല്ലൊരു മരുമകനെയും മരുമകളെയും വേണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ എന്താണ് അന്വേഷിക്കേണ്ടത്? ഒരുമിച്ച് പോകുന്നവരെയാണ് അന്വേഷിക്കേണ്ടത്. വിശ്വാസവുമായി ചേർന്ന് പോകണം, കുടുംബവുമായി ഒത്തുചേർന്ന് പോകണം, ബന്ധുക്കളുമായി ഒത്തുചേർന്ന് പോകണം. ചിന്താഗതികളിൽ ഒത്തൊരുമ വേണം, മനസ്സുകൾ തമ്മിൽ ഒത്തൊരുമ വേണം, ആഹാര വിഷയത്തിൽ ഒത്തൊരുമ വേണം. ഒരുപക്ഷെ ചേർന്നില്ലെങ്കിലും അതനുസരിച്ച് പോകുന്നവരായിരിക്കണം. ഇങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാരെ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന ചെയ്യണം. യൗവനപ്രായത്തിൽ തന്നിഷ്ടപ്രകാരം ജീവിക്കാതെ വിശുദ്ധിയോടുകൂടി ജീവിച്ച് നിന്റെ സന്നിധിയിൽ സമയത്തെ ചെലവഴിച്ച് ശ്രേഷ്ഠമായ ഭാര്യ ഭർത്താവിനെ വേണം എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ യൗവനക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കണമേ. അതുപോലെ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അബ്രഹാം പ്രാർത്ഥന ചെയ്തു, അതിൻ്റെ ഫലം കണ്ടു. കർത്താവേ, യൗവനക്കാരുടെ മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വരും കാലങ്ങളിൽ അവരുടെ മക്കൾ കർത്താവ് ദൈവഹിതം വിട്ടുപോകുന്നവരായിട്ടല്ലാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരായി മാറുവാൻ കർത്താവെ ഈ ദിവസം മുതൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കുടുംബ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാരെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ശ്രേഷ്ഠകരമായ ജീവിത പങ്കാളികളെ അവർക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.